ഇന്നൊരു നാടൻ ഊണിൻ്റെ റെസിപ്പിയാണ്. അതും ചെമ്മീൻ വറുത്ത ചട്ടിയിൽ പുരട്ടിയെടുത്ത ചോറാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ ചെമ്മീൻ വറുത്ത് മാറ്റിയ ചട്ടിയിൽ ഞാൻ കുറച്ച് ചോറിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. വളരെ ടേസ്റ്റാണ് ചെമ്മീൻ്റെ ചട്ടിയിൽ ഇങ്ങനെ ചോറിട്ടിട്ട് പുരട്ടി കഴിക്കുന്നത്. വളരെ ടേസ്റ്റാണ് കേട്ടോ. ഞാൻ കുറച്ച് ചോറ് അതേം ഇട്ടായിരുന്നു, അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. വളരെ ടേസ്റ്റാണ്. നോർമൽ ചോറൊന്ന് കടിക്കുന്നതിനേക്കാളും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചെമ്മീൻ്റെ ആ ടേസ്റ്റും എരിവും ഉപ്പും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി സൈഡ് ഡിഷ് നമ്മൾക്ക് ഉണ്ടാക്കാം. കടച്ചക്ക ചെമ്മീനും ഉലർത്തിയത്. അതിനായിട്ട് കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കാൻ വെക്കാം. അതൊന്ന് പകുതി വേഗമാകുമ്പോഴേക്കും നമ്മൾക്ക് കടച്ചക്ക അരിഞ്ഞു വെച്ചേക്കുന്ന കടച്ചക്ക അതിലേക്ക് ചേർത്ത് അതും കൂടിയിട്ട് ഒന്ന് ഇളക്കി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കടച്ചക്കയും ചെമ്മീനും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള മസാല റെഡിയാക്കാം. അതിനായിട്ട് ചെറുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, 2 ഉണക്കമുളക് അതും കൂടി നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് അത് ഓയിലൊഴിച്ച് കടുക് പൊട്ടിച്ച് ചതച്ചെടുത്ത ഉള്ളിയുടെ മിക്സ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്ന് മൊരിച്ചെടുക്കാം. ഈ മസാല കൊണ്ട് തന്നെ നമുക്ക് മോരുകറി ഉണ്ടാക്കാം. അതിന് തൈര്, ആവശ്യത്തിന് വെള്ളമൊഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു പച്ചമുളകും കീറിയിട്ട് അടുപ്പിലേക്ക് ഒന്ന് ചൂടാക്കാൻ വയ്ക്കാം. തൈര് ഒന്ന് ചൂടായാൽ മാത്രം മതി, ഒത്തിരി തിളക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ചൂടായി വീഴുമ്പോഴേക്കും നമുക്ക് ആ മസാല ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറിക്കഴിയുമ്പോൾ അത് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ മസാലയിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് തൈരിലേക്ക് ഇട്ട് മോരുകറി റെഡിയാക്കാം. ഇപ്പോൾ നമ്മുടെ മോരുകറി റെഡിയായി. ആവശ്യത്തിന് ഉപ്പ് ഒക്കെ നോക്കി നമുക്ക് അതെടുക്കാവുന്നതാണ്. ഇനി അധികം ചൂടാക്കേണ്ട ആവശ്യമില്ല. ഇനി ബാക്കിയുള്ള മസാലയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടച്ചക്കയും ചെമ്മീനും കൂടി ചേർത്ത് അതും ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഒരു മസാലയിൽ തന്നെ 2 കറി റെഡിയായിട്ടുണ്ട്. ഇനി ചെമ്മീനൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഞാൻ വെറുതെ പച്ച ചെമ്മീനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് പുരട്ടി വെച്ചതാണ്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഒഴിച്ചിട്ട് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് മുരിച്ചെടുത്ത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങാച്ചാറും കൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല, എന്നാലൊരു ഭംഗിക്ക് വേണ്ടി ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ നാടൻ ചെമ്മീനോണ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്കൊക്കെ ഒന്ന് പറയണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ.